പാകിസ്ഥാൻ തന്നെ സ്ഥിരീകരിക്കുകയാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പ്രത്യാക്രമണം ഉണ്ടായി. ഇന്ത്യ ഞങ്ങളെ ആക്രമിച്ചു. ഞങ്ങൾക്ക് ഒരു പരിധി വരെ മാത്രമേ ഇന്ത്യയുടെ ആക്രമണങ്ങളെ തടയാൻ കഴിഞ്ഞു എന്ന് പാകിസ്ഥാൻ തന്നെ സ്ഥിരീകരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും എങ്ങനെയാണ് എന്തുകൊണ്ട് പ്രത്യാക്രമണം, ഏതൊക്കെ മേഖലകളിലാണ് ഇന്ത്യയുടെ പ്രത്യാക്രമണം ഉണ്ടായത്, ഈ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാൻ വേണ്ടി അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂർ ഇനി എങ്ങനെ മുന്നോട്ട്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ആവർത്തിച്ച് ഇന്ത്യ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാൻ തയ്യാറാണ് പാകിസ്ഥാൻ പ്രകോപനം നിർത്തിയാൽ. പക്ഷേ പാകിസ്ഥാൻ പ്രകോപനം നിർത്തിയില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എല്ലാ അന്താരാഷ്ട്ര മാധ്യമങ്ങളും നൽകുന്നത് ലോകത്ത് ആദ്യമായി ഒരു ഡ്രോൺ യുദ്ധം നടത്തുകയാണ്. അതായത് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ആദ്യത്തെ ദിവസം ജമ്മു മേഖല മാത്രം കേന്ദ്രീകരിച്ച് 50-ലധികം ഡ്രോണുകൾ, അത് കഴിഞ്ഞ് ഇന്നലെ 400-ലധികം ഡ്രോണുകൾ, അതും അതിർത്തി മേഖലയിലെ 4 സംസ്ഥാനങ്ങളിലായി. നമുക്കറിയാം അമൃത്സറിലൊക്കെ സാഹചര്യം വളരെ തന്ത്രപ്രധാനമായ നഗരമാണ് ഇന്ത്യയെ സംബന്ധിച്ച് അമൃത്സർ. അവിടെ സിഖ് ഗുരുദ്വാരകൾ കേന്ദ്രീകരിച്ച്, അതായത് തീർത്തും അവരുടെ ലക്ഷ്യം സിഖ് ഗുരുദ്വാരകളായിരുന്നു. ആ സിഖ് ഗുരുദ്വാരകൾ കേന്ദ്രീകരിച്ചൊക്കെ പാകിസ്ഥാന്റെ ആക്രമണ ശ്രമങ്ങൾ നമ്മൾ കണ്ടതാണ്. ഫലപ്രദമായി നമുക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞു. നമ്മുടെ S-400, നമ്മുടെ സുദർശന ചക്ര ആ ആക്രമണങ്ങളെ തടഞ്ഞു. പക്ഷെ അതല്ല, സാധാരണ ജനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പാകിസ്ഥാന്റെ ആക്രമണ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയായിരുന്നു ഇന്ത്യയുടെ പ്രത്യാക്രമണം, അത് അറിയേണ്ടതുണ്ട്, രാജ്യത്തിന് അറിയേണ്ടതുണ്ട്. എന്താണ് അതിർത്തിയിൽ സംഭവിക്കുന്നത്, എങ്ങനെയാണ് പാകിസ്ഥാന്റെ ആക്രമണ ശ്രമങ്ങളെ ഇന്ത്യ തടഞ്ഞതെന്ന്, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സൈന്യത്തിന്റെ ബ്രീഫിംഗ്, വാർത്താ സമ്മേളനം. അസാധാരണമായ സാഹചര്യം എന്ന് പറയുമ്പോൾ അല്പസമയം മുൻപാണ് ഈ ഡിഫൻസ് എക്സ്പെർട്ടുകളായിട്ടുള്ള മാധ്യമ പ്രവർത്തകർക്ക് 10 മിനിറ്റ് മുൻപാണ് ഇങ്ങനെയൊരു വാർത്താ സമ്മേളനം ഇന്ത്യൻ സൈന്യം നടത്താൻ പോകുന്നു എന്നറിഞ്ഞത്. അപ്പം അസാധാരണമായ സാഹചര്യമാണ്. സ്വാഭാവികമായും സാധാരണ ഒരു വാർത്താ സമ്മേളനം സൈന്യമോ വിദേശകാര്യ മന്ത്രാലയമോ പ്രതിരോധ മന്ത്രാലയമോ വിളിക്കുകയാണെങ്കിൽ നേരത്തെ തന്നെ മാധ്യമ പ്രവർത്തകരെ അറിയിക്കും, എത്തേണ്ട സ്ഥലം അറിയിക്കും. പക്ഷേ ഇത് വളരെ പെട്ടെന്ന് വിളിച്ച അസാധാരണമായ വാർത്താ സമ്മേളനമാണ്. അപ്പോൾ അതിർത്തിയിൽ അസാധാരണമായ സാഹചര്യമാണ് എന്ന് വേണം വിലയിരുത്താൻ. വാർത്താ സമ്മേളനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതിർത്തിയിൽ അസാധാരണമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാർത്താ സമ്മേളനം ഉടൻ തന്നെ വിളിക്കേണ്ടി വരുന്നത്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള തുടർച്ചയായ പ്രകോപനങ്ങൾക്കുള്ള മറുപടിയാണ് കഴിഞ്ഞ ദിവസമൊക്കെ ഇന്ത്യ കൊടുത്തത്. ഈ ഒരു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഇന്ത്യയിലേക്ക് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ സൗദി അറേബ്യയുടെ ശ്രമം, ഒരു നിർണായക ഇടപെടലിന് സൗദി അറേബ്യയുടെ ഒരു ശ്രമം ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി സൗദി വിദേശകാര്യ സഹമന്ത്രി അദേൽ അൽ ജുബൈർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പാകിസ്ഥാൻ കരസേനാ മേധാവിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ കൂടിക്കാഴ്ച എന്നുള്ളതും എടുത്തു പറയണം. ഇത് സംബന്ധിച്ച് പക്ഷേ ഇതുവരെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു സൗദി വിദേശകാര്യ സഹമന്ത്രി പാകിസ്ഥാനിലെത്തിയത്. അപ്പോൾ ഈ ഒരു യുദ്ധസമാനമായ സാഹചര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ലോകരാജ്യങ്ങൾ അസംതൃപ്തി ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഇത്രമാത്രം ഡ്രോൺ ആക്രമണങ്ങളും ഷെല്ലിങ്ങും ഒക്കെ അതിർത്തി ഗ്രാമങ്ങളിൽ നടക്കുന്നുണ്ട്. സാധാരണക്കാരെയാണ് പാകിസ്ഥാൻ ലക്ഷ്യം വെക്കുന്നത്. എത്രമാത്രം മുന്നറിയിപ്പുകൾ നമ്മൾ കൊടുത്തിട്ടും അതിനൊന്നും വില കൊടുക്കാതെയാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പ്രകോപനം വീണ്ടും ഉണ്ടാകുന്നത്. ലോകരാജ്യങ്ങളൊക്കെ തന്നെ ഇന്ത്യയുടെ പക്ഷത്താണ്, ഇന്ത്യ ശരിയുടെ പക്ഷത്താണ് എന്നുള്ളതാണ് ലോകരാജ്യങ്ങളെല്ലാം തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ സൗദി അറേബ്യ കഴിഞ്ഞ ദിവസം ഒരു നിർണായകമായ ഇടപെടൽ നടത്തിയത്. അർജുൻ തുടരുന്നുണ്ട് എങ്കിൽ അർജുൻ, അസാധാരണമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് ബോധ്യമായ കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം സൗദി അറേബ്യ ഒരു ഇടപെടലുമായി വന്നിരുന്നു. പാക് കരസേനാ മേധാവിയുടെ സ്ഥാനത്തിലൊക്കെ കൂടിക്കാഴ്ചയും നടന്നിരുന്നു. പക്ഷേ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എന്തായാലും ലോകരാജ്യങ്ങൾ എല്ലാവരും തന്നെ ഇത്തരത്തിലൊരു സാഹചര്യം തുടർന്നുകൊണ്ടു പോകുന്നതിൽ അതൃപ്തി കാണിക്കുന്നുണ്ട്. ഒരു ഇടപെടലിന് സൗദി അറേബ്യയും കഴിഞ്ഞ ദിവസം ശ്രമിച്ചിരുന്നു. അർജുൻ. ആര്യ, ജയലക്ഷ്മി, വളരെ നിർണായകമായിട്ടുള്ള ചില വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ഡൽഹിയിലെയും ഹരിയാനയും കേന്ദ്രീകരിച്ച് ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ മിസൈൽ അയച്ചു എന്നുള്ള ചില വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഫതേ 2 എന്ന് പറയുന്ന മിസൈലുകൾ ഡൽഹിയും അതുപോലെ തന്നെ ഹരിയാനയിലെ സിർസയും ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ അയച്ചിരുന്നു. അതടക്കം നമ്മളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇടപെട്ട് തകർത്തെറിയാൻ, അതായത് ആകാശത്ത് വെച്ച് തന്നെ തകർത്തെറിയാൻ സാധിച്ചു. അതുകൂടാതെ അമൃത്സർ ലക്ഷ്യമിട്ടും ഇന്ന് രാവിലെ ഡ്രോണുകൾ എത്തി. അതായത് ഇന്ന് പുലർച്ചെ മുതൽ രാവിലെ വരെയും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രകോപനം ഉണ്ടാകുന്നു. ഇന്ത്യ പാകിസ്ഥാന്റെ 3 വ്യോമ താവളങ്ങൾ ലക്ഷ്യമിട്ട് തകർത്തതിന് പിന്നാലെ വീണ്ടും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും
മിസൈൽ ആക്രമണ ശ്രമങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഹരിയാനയിലെ സിർസയും അതുപോലെ ഡൽഹിയും രാജ്യ തലസ്ഥാനം ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ മിസൈലുകൾ അയച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും ആശങ്കാപരമായിട്ടുള്ളതും അതുപോലെ തന്നെ സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ഇന്ത്യക്ക് ലക്ഷ്യം വെച്ച് തകർക്കാൻ സാധിക്കുന്നു. അതായത് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നു സൈന്യം. ഈ മിസൈലുകൾ നിലത്ത് എത്തുന്നതിന് മുൻപ് ആകാശത്ത് വെച്ച് തന്നെ ഇത്തരത്തിൽ തകർക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. നേരത്തെ ചില പ്രതിരോധ വീറ്റുകൾ നോക്കുന്നവരടക്കം ഈ പ്രതിരോധ മേഖലയിലെ വിദഗ്ധന്മാരടക്കം ഈ മിസൈലുകൾ ഇന്ത്യക്ക് മേലെ പാകിസ്ഥാൻ വർഷിച്ചു എന്നുള്ള വിവരങ്ങൾ എക്സിലടക്കം പോസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ ചില വാർത്താ മാധ്യമങ്ങളും ന്യൂസ് ഏജൻസികളും ഈ കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. അതായത് ഡൽഹിയിലേക്കും ഹരിയാനയിലേക്കും ലക്ഷ്യമിട്ടുകൊണ്ട് ഇത്തരത്തിൽ മിസൈലുകളും പാകിസ്ഥാൻ വർഷിച്ചിരിക്കുകയാണ്. അത്ര വലിയൊരു ഡാമേജ് തന്നെയായിരിക്കണം ഇന്ത്യ അത്ര വലിയ ഒരു ഡാമേജ് തന്നെയാണ്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ തന്നെ ഇങ്ങനെ ഒരു ആക്രമണം ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്ന് ആദ്യം സ്ഥിരീകരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ പാകിസ്ഥാന്റെ വ്യോമപാത പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. പാകിസ്ഥാന്റെ ആകാശത്ത് ഇപ്പോൾ ഒരു വിമാനങ്ങളും പറക്കുന്നില്ല. ഇന്നലെ ഇന്ത്യൻ സൈന്യം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സാധാരണ വിമാനങ്ങളുടെ മറവിൽ ആണ് ഇന്ത്യക്ക് നേരെയുള്ള പാകിസ്ഥാന്റെ ആക്രമണ ശ്രമങ്ങൾ എന്ന് പറഞ്ഞിരുന്നു. സാധാരണ വിമാനങ്ങൾ ഉപയോഗിച്ചു, അതിന്റെ മറവിലാണ് പാകിസ്ഥാൻ ആക്രമിക്കാൻ ശ്രമിച്ചത് നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങൾ എന്ന് കൃത്യമായി ഇന്ത്യൻ സൈന്യം ഡീകോഡ് ചെയ്ത് പറഞ്ഞിരുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് വ്യോമത്താവളങ്ങൾ, പാകിസ്ഥാനിലെ തന്ത്രപ്രധാനമായ 3 വ്യോമത്താവളങ്ങൾ. ഒന്ന് നൂർഖാൻ എയർബേസ് ആണ്, അത് റാവൽപിണ്ടിയിലാണ്. രണ്ടാമത്തേത് പാകിസ്ഥാന്റെ റഫീഖി എയർബേസ്, അത് ഷോർക്കോട്ടിലാണ്. മൂന്നാമത്തേത് പാകിസ്ഥാന്റെ മുറിദ് എയർബേസ് ആണ്, അത് ചക്വാലിലാണ്. ഈ 3 വ്യോമത്താവളങ്ങൾക്ക് നേരെയാണ്, പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ 3 വ്യോമത്താവളങ്ങൾക്ക് നേരെയാണ് ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഇതിൽ വലിയ നാശനഷ്ടം ഉണ്ടായി എന്ന് പാകിസ്ഥാൻ തന്നെ സ്ഥിരീകരിക്കുകയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വ്യോമത്താവളം അത് ചക്വാലിലുള്ള മുറീദ് എയർബേസ് ആണ്. ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഒരു പക്ഷേ ഇന്ത്യ തിരിച്ചടിച്ചേക്കും എന്ന വാർത്തകൾ വന്ന സമയം മുതൽ തുർക്കി പരസ്യമായി പാകിസ്ഥാൻ ഒപ്പം നിന്ന രാജ്യമാണ്. ഇന്നലെ ഇന്ത്യൻ സൈന്യം വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ഈ പാകിസ്ഥാനിൽ നിന്ന് വന്ന പല ഡ്രോണുകളും മിസൈലുകളും അത് തുർക്കി നൽകി പാകിസ്ഥാനെ സഹായിച്ചതാണ് എന്ന് ഇന്ത്യൻ സൈന്യം തന്നെ കണ്ടെത്തിയിരുന്നു. തുർക്കിയുടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുന്ന ഈ മുറിദ് എയർബേസിൽ തുർക്കിയുടെ കാർഗോകൾ വന്നു പോകുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. തുർക്കി പാകിസ്ഥാനെ സഹായിക്കാൻ ഉപയോഗിച്ച വ്യോമത്താവളം കൂടിയാണ് ഇപ്പോൾ ഇന്ത്യ തകർത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യ ലക്ഷ്യമിട്ടിരിക്കുന്നത്, ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുന്നത്. എന്തായാലും അസാധാരണമായ സാഹചര്യമാണ്. വളരെ വളരെ ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ട നിമിഷങ്ങളാണ്. അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം എന്ന് പറയുമ്പോൾ അതിർത്തിയിൽ നമ്മുടെ LOCക്ക് രജൌരി, അക്നൂർ, സാംബ സെക്ടർ, പൂഞ്ച് തുടങ്ങിയ മേഖലകളിൽ പാകിസ്ഥാൻ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നുണ്ട്. ആ രീതിയിൽ ഒരു ഭാഗത്ത് ഇന്ത്യ പ്രതിരോധം നമ്മുടെ BSF അവിടെ തീർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് 500-നടുത്ത് ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ തന്ത്രപ്രധാനമായ ശ്രീനഗർ എയർപോർട്ട്, അതോടൊപ്പം പത്താൻകോട്ട് എയർബേസ്, ജമ്മുവിലെ വിമാനത്താവളം, അങ്ങനെ വിമാനത്താവളങ്ങൾ, വ്യോമത്താവളങ്ങൾ, സാധാരണക്കാർ, അങ്ങനെ പല തരത്തിൽ പാകിസ്ഥാന്റെ ആക്രമണങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഇതുവരെയും ഒരു സിവിലിയൻ കാഷ്വാലിറ്റി നമ്മുടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ട് ആ രീതിയിൽ നമ്മുടെ പ്രതിരോധ സംരക്ഷണം കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇന്ത്യൻ സൈന്യത്തിന്റെ വാർത്താ സമ്മേളനം ഉണ്ടാകും. നിർണായകമായ പല പ്രഖ്യാപനങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. പാകിസ്ഥാൻ സാധാരണക്കാരെയാണ് ലക്ഷ്യമിടുന്നത് എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്ക് വ്യക്തമായ കാര്യമാണ്. ഗുരുദ്വാരകൾ, അതേപോലെ ക്രൈസ്റ്റ് സ്കൂൾ, വിദ്യാർത്ഥികളെ ലക്ഷ്യമിടുന്നു, കന്യാസ്ത്രീ മഠം ലക്ഷ്യമിടുന്നു, വിദ്യാർത്ഥികളുടെ വീടുകൾക്ക് നേരെയും ഒക്കെ ആക്രമണം ഉണ്ടായിരുന്നു. ഇപ്പോഴും രജൌരി, പൂഞ്ച് മേഖലകളിൽ ഇത്തരത്തിലുള്ള ഷെല്ലിങ്ങും ആക്രമണവുമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ തന്ത്രപ്രധാനമായ ബേസുകളാണ് പാകിസ്ഥാനിൽ ഇന്ത്യ ഒരു തിരിച്ചടി കൊടുത്തിരിക്കുന്നത്. പക്ഷേ അപ്പോഴും ഒന്ന് അടങ്ങാതെ പാകിസ്ഥാൻ വീണ്ടും പ്രകോപനങ്ങളാണ് അതിർത്തിയിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ബാലഗോപാലിലേക്ക് ഒരിക്കൽ കൂടി പോകാം. ബാലു, രജൌരി, പൂഞ്ച് മേഖലയിൽ ഇപ്പോൾ എങ്ങനെയാണ് സാഹചര്യം? സംഘർഷാവസ്ഥ കൂടുതലാണോ? രജൌരിയിൽ വ്യാപക ഷെല്ലിംഗ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എങ്ങനെയാണ് അവിടെയുള്ള ആളുകളുടെ ഒരു പ്രതികരണം? അവരെങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തെ നേരിടുന്നത്? ഇപ്പോൾ ആളുകൾ പുറത്തിറങ്ങുന്നുണ്ടോ? എങ്ങനെയാണ് നിലവിൽ അവിടുത്തെ സാഹചര്യം?
ജയലക്ഷ്മി, ആളുകൾ ആരും തന്നെ ഇപ്പോൾ നിലവിൽ പുറത്തിറങ്ങുന്നില്ല. ബ്ലാക്ക് ഔട്ട് വീണ്ടും, അതായത് പൂർണ്ണമായ തോതിൽ ഇപ്പോൾ നടപ്പിലാക്കുന്നുണ്ട്. ഈ നിരത്തുകളിൽ ഈ സൈനിക വാഹനങ്ങളും മറ്റും പോകുന്നുണ്ട്. അവർ ഈ ആളുകളോട് വീടുകളിൽ തന്നെ ഇരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പുറത്ത് ഭീകരമായ ഷെല്ലിങ്ങിന്റെ ശബ്ദമാണ് നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയുന്നത്. രജോരി മേഖലയിലാണ് ഇന്നലെ പൂഞ്ചിലുണ്ടായതിന് സമാനമായ തോതിലുള്ള ഷെല്ലിംഗ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഈ കഴിഞ്ഞ 2 ദിവസമായി കശ്മീർ താഴ്വരയെ വെച്ച് നോക്കുകയാണെങ്കിൽ ജമ്മു മേഖലയിലാണ്, ജമ്മുവിലെ നിയന്ത്രണ രേഖയ്ക്കും രാജ്യാന്തര അതിർത്തിക്ക് സമീപത്താണ് പാകിസ്ഥാന്റെ പ്രകോപനം ഏറ്റവും ശക്തമായി നടക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ആദ്യം ജമ്മു വിമാനത്താവളം ഇടപെട്ടോട്ടെ. ഒരുപക്ഷെ പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ദൃശ്യങ്ങൾ അത് വളരെ പ്രധാനമായ ദൃശ്യങ്ങളാണ്. അത് പാകിസ്ഥാൻ, നമ്മുടെ പഞ്ചാബിലെ അമൃത്സറിലേക്ക് പാകിസ്ഥാൻ തൊടുത്തുവിട്ട ഡ്രോണുകൾ നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്. എനിക്ക് തോന്നുന്നത് ഫുൾ സ്ക്രീനിൽ ആ ദൃശ്യങ്ങൾ കാണിക്കാമെന്ന് തോന്നുന്നു. പഞ്ചാബിലെ അമൃത്സറിൽ ഇന്ത്യൻ വ്യോമസേന, നമ്മുടെ കരുത്താവുകയാണ്. ഇന്ത്യൻ വ്യോമസേന, നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ പാകിസ്ഥാന്റെ നിരവധി ഡ്രോണുകൾ അമൃത്സറിലേക്ക് തൊടുത്തുവിട്ടത് നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്. പഞ്ചാബിലെ ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഈ ഡ്രോണുകൾ എത്തിയിരുന്നത്. ആ ഡ്രോണുകളെയാണ് നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തത്. ആകാശത്ത് വെച്ച് തന്നെ, അതായത് ഡ്രോണുകൾ നിലം തൊടുന്നതിന് മുൻപ് തന്നെ, ഭൂമിയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ വ്യോമപാതയിൽ വെച്ച്, ആകാശത്ത് വെച്ച് തന്നെ നമ്മൾ അത് തകർത്തിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്.